ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിൻ്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. എല്ലാവർക്കും ഹായ്. ആദ്യമായിട്ട് മിഡ് നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിനും ഇതിലെ മെമ്പേഴ്സിനും കൂടാതെ മിഡ് നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കും ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം സൊല്യൂഷനാണ്. ഒരു പരിഹാരമുണ്ട് എന്ന് പറയുന്ന 12 പടികളിലെ ആദ്യത്തെ പടിയിലെ ഡിസീസ് കൺസെപ്റ്റ് ഓഫ് ആൽക്കഹോളിസം നമ്മൾ സംസാരിച്ചു. അതോടൊപ്പം എങ്ങനെയാണ് ആൽക്കഹോളിസം ഒരു മനുഷ്യൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും ബാധിക്കുന്നതെന്നൊക്കെ ഏറെക്കുറെയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ 1-ാം പടിയിലെ ആദ്യത്തെ ഭാഗം പവർലെസ്നെസ്, ശക്തിഹീനതയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ സംസാരിച്ചത്. അതിൻ്റെ അടുത്ത ഒരു ഭാഗത്തു കൂടി ഇന്ന് കടന്നു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിപ്പെടുന്ന ഏതൊരംഗവും സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരു പടിയാണ് 1-ാം പടി. ഈ സ്റ്റെപ്പ് 1 ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും 100% ചെയ്യാൻ പറ്റിയ ഒരു പടിയാണ് സ്റ്റെപ്പ് 1. മറ്റ് പടികളെല്ലാത്തിനും നമുക്കൊരു 100% ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ സ്റ്റെപ്പ് 1 നമുക്ക് 100% ചെയ്യാൻ കഴിയും. അതുകൂടാതെ മദ്യം എന്ന വാക്ക് അല്ലെങ്കിൽ ആൽക്കഹോൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് 1-ാമത്തെ പടിയിൽ മാത്രമാണ്. നമുക്കത് ശ്രദ്ധിക്കാം. വി അഡ്മിറ്റഡ് വി വെയർ പവർലെസ് ഓവർ ആൽക്കഹോൾ ഡാഷ് ദാറ്റ് അവർ ലൈഫ് ഹാഡ് ബിക്കം അൺമാനേജബിൾ. ബാക്കി 2 മുതൽ 12 വരെയുള്ള പടികൾ ഒരു ജീവിത രീതിയെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്നതാണ്. പറഞ്ഞു വന്നത് ആദ്യത്തെ പടിയിൽ മാത്രമാണ് മദ്യത്തെ കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി നമ്മളോട് പറയുന്നതും ബാക്കി എല്ലാ പടികളിലും ഒരു ജീവിത രീതിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളും ആദ്യം 1-ാം പടിയിലേക്ക് അല്ലെങ്കിൽ 1-ാം പടി ചെയ്യാനായിട്ട് കടന്നു വരുമ്പോൾ ഒരുപാട് ഹാർഡ് ടൈം ഉണ്ടായിട്ടുണ്ട്. കഠിനമായിട്ടുള്ള ഒരു ശ്രമങ്ങൾക്കൊക്കെ ശേഷമാണ് ആദ്യ കാലങ്ങളിൽ സുബോധവാനായ കാലങ്ങളിൽ സ്റ്റെപ്പ് 1 കടക്കുവാനായിട്ട് സാധിച്ചത്. ഈ പവർലെസ്നെസ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ശക്തിഹീനതയെക്കുറിച്ചും ലൈഫ് ഹാസ് ബിക്കം അൺമാനേജബിൾ, എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിലെ മെമ്പേഴ്സ് തലയ്ക്ക് ചോദിക്കുകയും ഇതെന്താണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാകാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് എനിക്ക് പവർലെസ് ഉള്ള ഒരവസ്ഥ വരുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോകുന്നത് എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുകയും നമ്മുടെ പരമക്കാരോടൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ. ആൽക്കഹോളിക്സ് അനോണിമസിൽ ആദ്യകാലങ്ങളിൽ വരുന്ന എല്ലാ അംഗങ്ങൾക്കും ഈ ഫസ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ചുള്ള ഈ ചിന്തകൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാനുള്ള ചിന്തകൾ എല്ലാവരും തന്നെ കടന്നു പോയിട്ടുണ്ട്. ചിലർക്ക് ഇച്ചിരി കഠിനമായ രീതിയിൽ മനസ്സിലാക്കാൻ കുറച്ച് കാലങ്ങൾ കൂടി എടുക്കും. അവർ വീണ്ടും വീണ്ടും പോയി കുടിക്കുകയും പരീക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടാണെങ്കിൽ പോലും അവരേതെല്ലാം അനുഭവിച്ച് സ്വന്തം ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് സ്റ്റെപ്പ് 1 അംഗീകരിക്കുക. അഡിക്ഷൻ അല്ലെങ്കിൽ ആസക്തി രോഗത്തിന് അല്ലെങ്കിൽ ഇത്തരം ആൽക്കഹോളിസത്തെ പോലുള്ള ഒരു അതികഠിനമായ രോഗത്തിനടിമയായ ഒരു ഡോക്ടറാകട്ടെ, നേഴ്സാകട്ടെ, ഒരു എഞ്ചിനീയറാകട്ടെ, പ്രൊഫസറാകട്ടെ, ഒരു സ്കൂൾ ടീച്ചറാകട്ടെ, ഇലക്ട്രീഷ്യനാകട്ടെ, ശാസ്ത്രജ്ഞനാകട്ടെ, എന്ത് തലങ്ങളിൽ ഇപ്പോൾ ഉള്ള ആളുകളാണെങ്കിൽ പോലും 1-ാം പടി അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടായെങ്കിൽ മാത്രമാണ് ഇതിനകത്ത് ആൽക്കഹോളിക്സ് അനോണിമസിലൊരു തുടർന്നുള്ള വളർച്ചയിലേക്ക് അല്ലെങ്കിൽ തുടർന്നുള്ള പടികളിലേക്ക് കടക്കാനായിട്ട് അയാൾക്ക് സാധിക്കുകയുള്ളൂ. ലോകത്തിൻ്റെ സാധാരണ കാഴ്ചപ്പാടിൽ ലോകത്തിലാരും പവർലെസ് ആയിട്ട് പറയാനായിട്ടോ അല്ലെങ്കിൽ അറിയപ്പെടാനായിട്ടോ ഒരു മനുഷ്യനും ആഗ്രഹിക്കുകയില്ല. പറയുന്നത് ആൽക്കഹോളിൻ്റെ ഒരു എഫക്ട്സ് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു
ആ നിരന്തരമായ ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന പവർലെസ്സിനെ കുറിച്ചാണ് പറയുക, അല്ലെങ്കിൽ ശക്തിഹീനതയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ആ ഫ്രേസിൽ തന്നെ, അല്ലെങ്കിൽ ഒന്നാം പടിയിലെ ഫ്രേസ് ഇങ്ങനെയാണ്: വി അഡ്മിറ്റഡ് വി വെയർ പവർലെസ് ഓവർ ആൽക്കഹോൾ എന്നാണ്. ഓവർ ആൽക്കഹോൾ, മദ്യത്തിന് മുന്നിൽ. അതിനർത്ഥം ഇതൊരിക്കലും, അല്ലെങ്കിൽ ഒന്നാം പടി ഒരിക്കലും മറ്റു കാര്യങ്ങളിൽ പവർലെസ് ആണെന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ജീവിതത്തിൽ ചോയ്സസിനെ കുറിച്ചോ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ റിലേഷൻഷിപ്പ്, മറ്റുള്ള ആളുകളുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിലോ ഒന്നും പവർലെസ് ആണെന്നല്ല പറയുന്നത്. പവർലെസ് ഓവർ ആൽക്കഹോൾ, മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനെന്ന്. അത് കൃത്യമായിട്ട് ആ പ്രൈസിനെ നമ്മൾ നമ്മുടെ തലയിലേക്ക് കയറ്റേണ്ടതാണ്. കാരണം ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ മദ്യത്തിന് മുന്നിലാണ് ശക്തിഹീനനാകുന്നത്. ഒരു മാറ്റത്തിന്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് അവർ ചെയിൻ, അതായത് തുടർച്ചയായിട്ട് കുടിച്ച് കൊണ്ടിരുന്ന ഷിബുവിനെ പോലുള്ള ഒരാൾ, അല്ലെങ്കിൽ അഡിക്റ്റിന് ആ ബ്രേക്ക് ചെയിന് എടുക്കണമെങ്കിൽ, ആ ചെയിൻ ആയിട്ട് ജീവിതത്തിലുണ്ടായ കുടിയെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യമേ അഡ്മിറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണെന്ന്. കാരണം മദ്യം എൻ്റെ ബ്രെയിനെ ബാധിക്കുമെന്ന് കണ്ടു, ശരീരത്തെ ബാധിക്കുമെന്ന് കണ്ടു, ആത്മാവിനെ ബാധിക്കുമെന്ന് കണ്ടു. ഒരു കാര്യമില്ല ഞാൻ അതിനെ കാര്യങ്ങൾ അംഗീകരിക്കാതെ എതിർക്കുന്നതിൽ യാതൊരു കാര്യമില്ല. കാരണം പിന്നീട് ഞാൻ പവറുണ്ട് എന്ന് വിചാരിച്ച്, നമ്മൾ ആദ്യം കണ്ടു മദ്യത്തിന്റെ ഡെഫിനേഷൻ: അതിശക്തനും ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നവനും സൂത്രശാലിയുമായ മദ്യം എന്നാണ് ബിഗ് ബുക്കില് മദ്യത്തെക്കുറിച്ചുള്ള ഒരു ഡെഫിനേഷൻ പറയുന്നത്. അപ്പോൾ ആ അത്രയും ശക്തനായ ഒരു മദ്യത്തിന് വേണ്ടി ശക്തനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും കുടിച്ചാൽ നമുക്ക് ആ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയും നമ്മുടെ ബിഹേവിയർ, അല്ലെങ്കിൽ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അഡിക്ഷനുള്ള, അല്ലെങ്കിൽ മദ്യമായിട്ട് അഡിക്ഷനുള്ള എനിക്ക് എൻ്റെ ജീവിതം കഠിനമായി തീർന്നത് മദ്യം കൊണ്ടാണ് എന്നുള്ള കൃത്യമായൊരു ബോധ്യമുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒന്നാം പടിയിലെ ചിന്തകളിലേക്ക് കടന്നു പോകാൻ സാധിക്കുക. അതായത് എനിക്കൊരു മദ്യം എന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മദ്യപാനം മൂലമുള്ള മദ്യാസക്തി എന്ന പ്രശ്നമുണ്ട്, അതെൻ്റെ ചില കുഴപ്പങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ആൽക്കഹോളിസം അനോണിമസിന്റെ ആദ്യ പടി എടുക്കുന്നതിലൂടെ റിക്കവറിയിലേക്കുള്ള തുടക്കമിടുകയാണ്, അല്ലെങ്കിൽ മോചനത്തിലേക്കുള്ള തുടക്കമിടുകയാണ്. അധ്യായം 2 there is a solution, അല്ലെങ്കിൽ ഒരു പരിഹാരമുണ്ട്. എൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നത്, ആൽക്കഹോളിസം അനോണിമസിലെ ആൾക്കാരായ ഞങ്ങൾക്ക് ഒരിക്കൽ ബില്ലിനെ പോലെ തന്നെ ആശയ്ക്ക് വകയില്ലാതിരുന്ന ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരെ അറിയാം. അവരെല്ലാം തന്നെ സുഖം പ്രാപിച്ചു. അതെ, മദ്യപാനാസക്തി എന്ന പ്രശ്നത്തിന് അവർ പരിഹാരം കണ്ടെത്തി. അപ്പോൾ ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാര് പരിഹാരം കണ്ടെത്തി. ഏത് പ്രശ്നത്തിൽ നിന്നാണ് പരിഹാരം കണ്ടെത്തിയത്? ഈ പവർലെസ് ഓവർ ആൽക്കഹോൾ ആയിട്ടുള്ള പ്രശ്നത്തിന്. നമുക്കറിയാം, നമ്മൾ മാനസികമായിട്ട് മെന്റൽ ഒബ്സഷൻ ഉണ്ടാകുന്നുണ്ട് ഈ ആദ്യത്തെ കുടിക്ക് മുമ്പ്. ഇതെല്ലാവർക്കും നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ കുടി, ദ ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്ന അതിനു മുമ്പ് നമുക്ക് മാനസികമായിട്ട് പവർലെസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മെന്റൽ ഒബ്സഷൻ ആണ്. അതാണ് പവർലെസ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത്. അപ്പോൾ പവർലെസ് ഓവർ ആൽക്കഹോൾ ഒരു മെന്റൽ ഒബ്സഷൻ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചൂസ് നോട്ട് ടു ഡ്രിങ്ക് ബട്ട് വി ഡിഡ് എനിവേ. നമ്മൾ കുടിക്കരുതെന്ന് ചിന്തിച്ചിട്ടും അല്ലെങ്കിൽ ശ്രമിച്ചിട്ടും, ഞാനൊക്കെ ആലോചിക്കുന്നുണ്ട്. ഞാൻ ബാംഗ്ലൂരായിരുന്നപ്പോൾ ഞാൻ നടത്തിയിരുന്ന ഹോസ്റ്റലിൻ്റെ ഒരു മുറി, അവിടെ വൈകുന്നേരം പോയി താമസിക്കും. എനിക്ക് വീടുണ്ട് അപ്പോൾ, പക്ഷെ എന്നാലും ഈ മുറിയിൽ വന്ന് താമസിക്കും. എൻ്റെ വിചാരം, അങ്ങനെ ഒരു മാറി നിന്നാൽ എനിക്ക് കൂടി നിർത്താൻ സാധിക്കുമെന്നൊക്കെയാണ്. പിന്നെ നമ്മൾ പല കൂട്ടുകാരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ട് വയറ് നിറച്ച് വൈകുന്നേരം ഭക്ഷണം കഴിച്ചാൽ കുടിക്കാൻ തോന്നുകയില്ല എന്ന് പറയും. അങ്ങനെ ആയിരക്കണക്കിന് ഐഡിയകൾ, ആശയങ്ങൾ മനസ്സിൽ വെച്ചെങ്കിലും നമ്മളങ്ങനെ കുടിക്കണ്ട എന്ന് തീരുമാനിച്ചപ്പോഴും പലപ്പോഴും എനിക്കൊക്കെ വീണ്ടും കുടിക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ ആണ് ഒരു മനുഷ്യ ശക്തി കൊണ്ട് നമുക്ക് സാധ്യമാകില്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക്
ഞാൻ കടന്നു വന്നത്. ആൽക്കഹോളിസം അനോണിമസിൽ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഒരു മനുഷ്യശക്തി കൊണ്ട് മദ്യാസക്തി എന്ന് പറയുന്ന അമിത മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഡ്രിങ്ക് എടുക്കുന്നതിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുകയില്ല. പിന്നെയുള്ളതോ ഈ 12 പടികൾ എന്ന് പറയുന്ന ഈ പ്രോസസ്സിലൂടെ ഞാൻ കടന്നു പോയാൽ എനിക്ക് ആദ്യത്തെ കുടിയിൽ നിന്നുള്ള മോചനം ലഭിക്കും. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യശക്തിക്കും കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. അത് പേജ് നമ്പർ 59 ബുക്കിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: അമിത മദ്യപാനിയെ പറ്റിയുള്ള ഞങ്ങളുടെ വിവരണം, നിരീശ്വരന്മാർക്കായുള്ള അധ്യായം, മദ്യം കഴിക്കുന്നത് നിർത്തുന്നതിന് മുമ്പും അതിനുശേഷമുള്ള വ്യക്തിപരമായ സാഹസികതകൾ എന്നിവ സന്ദർഭാനുസരണം 3 കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. നമുക്ക് അമിത മദ്യാസക്തിയെ പറ്റിയുള്ള 58 പേജിലെ ഒരു വിവരണം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നിരീശ്വരന്മാർക്കുള്ള അധ്യായം, അല്ലെങ്കിൽ ശരിക്കും അത് 5 വി ആർ അഗ്നോസ്റ്റിക്സ് എന്നാണ്. അപ്പോൾ അതും മദ്യം കഴിക്കുന്നത് നിർത്തുന്നതിന് മുമ്പ് അതിനുശേഷമുള്ള വ്യക്തിപരമായ സാഹസികതകൾ. എന്താണ് ഈ വ്യക്തിപരമായ സാഹസികതകൾ എന്ന് പറയുന്നത്? ഏകദേശം 28-29 വ്യക്തിപരമായ കഥകൾ ബിഗ് ബുക്കിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ പുതിയ എഡിഷനിലെല്ലാം 42ഓളം പേഴ്സണൽ സ്റ്റോറീസ് ഉണ്ട്. അതായത് നമ്മുടെ ഡോക്ടർ ബോബ്സ് നൈറ്റ്മെയർ, അല്ലെങ്കിൽ ഡോക്ടർ ബോബിൻ്റെ ദുസ്വപ്നം എന്ന് തുടങ്ങുന്ന മലയാളം ബുക്കിലാണെങ്കിൽ ആൽക്കഹോളിസം നമ്പർ 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കഥകളെല്ലാം വായിച്ചു കഴിയുമ്പോഴാണ്, അതും കൂടി വായിക്കണം, അമ്മേരാണ്. അതിനുശേഷം അതാണ് പറയുന്നത്, മദ്യം കഴിക്കുന്നത് നിർത്തുന്നതിന് മുമ്പും അതിനുശേഷവുമുള്ള വ്യക്തിപരമായ സാഹചര്യങ്ങൾ എന്നിവ സന്ദർഭാനുസരണം 3 കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എന്ന്. അപ്പോൾ ആ പേഴ്സണൽ സ്റ്റോറീസുകളെല്ലാം പറയുന്നത് മദ്യം കഴിക്കുന്നതിന് മുമ്പുണ്ടായ സംഭവങ്ങളും മദ്യം കഴിച്ചിട്ടുള്ള ശേഷമുണ്ടായ സംഭവങ്ങളും നമ്മുടെ ESH പോലെ തന്നെയാണ്. എക്സ്പീരിയൻസ്, സ്ട്രെങ്ത് ആൻഡ് ഹോപ്പാണ് അവർ പറയുന്നത്. മിക്ക വ്യക്തികഥകളിലും അവരുടെ ജീവിതത്തിൽ മദ്യം വരുത്തിക്കൂട്ടിയ പ്രശ്നങ്ങളും AAയിൽ വന്നിട്ട് അവർ ഈ പ്രോഗ്രാമിൽ ഇഴുകിച്ചേർന്നപ്പോൾ അവർക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതും കൂടി വായിച്ചു കഴിഞ്ഞപ്പോൾ 3 കാര്യങ്ങൾ നമ്മളതിനെ ക്രോഡീകരിച്ചു. ഞങ്ങൾ അമിത മദ്യപാന രോഗികളാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ രോഗം അമിത മദ്യപാനാസക്തി ശമിപ്പിക്കുന്നതിന് മിക്കവാറും ഒരു മനുഷ്യശക്തിക്കും കഴിയുമായിരുന്നില്ല. ദൈവത്തെ തേടിയാൽ ദൈവത്തിന് ഇതിന് സാധിക്കുകയും രോഗശമനം വരുത്തുകയും ചെയ്യും. അപ്പോൾ ബിയിൽ പറയുന്ന കാര്യമാണ് ഞങ്ങളുടെ രോഗം. അതെന്ത് രോഗമാണ്? അമിത മദ്യപാനാസക്തി ശമിപ്പിക്കുന്നതിന് മിക്കവാറും ഒരു മനുഷ്യശക്തിക്കും കഴിയുമായിരുന്നില്ല. ഒരു മനുഷ്യശക്തിക്കും. എന്നെ AAയിലേക്ക് കൊണ്ടുവന്ന ആളിനെ ആശ്രയിച്ച് മാത്രമാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ ഷിബു എന്ന് പറയുന്നത് എനിക്ക് തെറ്റി. കാരണം ഞാൻ എന്ന് പറയുന്ന ദൈവത്തെ തേടിയാൽ ദൈവത്തിന് ഇതിന് സാധിക്കുകയും രോഗശമനം വരുത്തുകയും ചെയ്യും. നമ്മളിലുള്ള ആളുകൾ ഇത് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയ ഉണർവ് അല്ലെങ്കിൽ ആത്മീയത എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊരു മതപരമായ കാഴ്ചപ്പാടുകളിലൂടെയാണ് നമുക്ക് മിക്കവാറും പോകാൻ കഴിയുക. കാരണം നമ്മളെല്ലാവരും തന്നെ, ഒട്ടുമിക്കവരും തന്നെ, ഭൂരിഭാഗം ആളുകളും മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ്, മനോഭാവങ്ങളിലാണ് വളർന്നു വന്നതും കുടുംബങ്ങളിൽ ജീവിച്ചതും. പക്ഷേ ആൽക്കഹോളിസം അനോണിമസ് പറയുന്നത് ഈ ആത്മീയ അനുഭവം അല്ലെങ്കിൽ ആത്മീയ ഉണർവ് എന്നീ പദങ്ങൾ ഇതിനകത്ത് വായിക്കുമ്പോൾ അവ മദ്യാസക്തിയിൽ നിന്ന് വിടുതൽ നേടുന്നതിന്, അല്ലെങ്കിൽ ആൽക്കഹോളിസം എന്ന് പറയുന്ന ഡിസീസിൽ നിന്ന് വിടുതൽ നേടുന്നതിനുള്ള വ്യക്തിപരിണാമം എന്ന രൂപത്തിലാണ്. അതായത് മോറൽ സൈക്കോളജി അല്ലെങ്കിൽ ധാർമ്മിക ശാസ്ത്രം. അത് ഡോക്ടർ സിൽക്ക്വർത്ത് പറയുന്നുണ്ട്. ഡോക്ടർ സിൽക്ക്വർത്ത് 2 പേരെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ ധാർമ്മിക മനഃശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത്. ആദ്യത്തെ ആൾ ഡോക്ടർ സിൽക്ക്വർത്തിൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വന്ന ആളാണ്. നമുക്കറിയാം, ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിൽ ആയിരുന്നു ഡോക്ടർ സിൽക്ക്വർത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഏകദേശം മരണം വരെ ഏകദേശം 40,000 ആൽക്കഹോളിക്കുകളെ അദ്ദേഹം ചികിത്സിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് അദ്ദേഹം 1939 നമുക്കൊരു ലെറ്റർ തരുന്നത്. ആ ലെറ്ററിലാണ് ഈ 2 രോഗികളെക്കുറിച്ചുള്ള ഒരു വിവരണം നമുക്ക് തരുന്നത്. ആദ്യത്തെ രോഗി കുടലിലെ രക്തസ്രാവത്തിൽ നിന്ന് കുറേ ഭേദം കണ്ടു തുടങ്ങിയ അയാൾ രോഗം മൂലം മാനസിക നില തകർന്ന നിലയിലുള്ള ഒരാളായിരുന്നു. അപ്പോൾ മാനസിക രോഗബാധിതനായ ഒരാൾ, ജീവിതത്തിൽ വിലമതിക്കാവുന്നതെല്ലാം നഷ്ടപ്പെട്ട അയാൾ, സാധാരണ പറയാറുള്ളതുപോലെ കുടിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ, ജീവിതത്തിൽ ഒരു പ്രത്യാശയുമില്ലാതെ, അയാളുടെ കാര്യത്തിൽ അയാൾക്ക് പോലും പ്രത്യാശയില്ലാത്ത ഒരാൾ,
അയാളെ ഡോക്ടർ ചികിത്സിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ നിന്ന്, തലച്ചോറിൽ നിന്ന് ഈ മദ്യാസക്തി എന്ന് പറയുന്ന കെമിക്കൽ എടുത്തു മാറ്റപ്പെട്ടപ്പോൾ സ്ഥായിയായിട്ടുള്ള തകരാറൊന്നും കണ്ടില്ല. ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ പ്രതിപാദിച്ചിരിക്കുന്ന പരിപാടി അയാൾ സ്വീകരിച്ചു. അല്ലെങ്കിൽ 12 പടികൾ അയാൾ സ്വീകരിച്ചു. അതിനുശേഷമാണ് സിൽക്ക്വർത്ത് അതിമനോഹരമായി അദ്ദേഹം വിവരിക്കുകയാണ്. അതിനുശേഷം 1 വർഷത്തിന് ശേഷം ഡോക്ടർ സിൽക്ക്വർത്തിനെ അയാൾ കാണാൻ വന്നു. ഡോക്ടർ പറയുന്നത് അതെനിക്കൊരു പ്രത്യേക അനുഭവമായി പോയി എന്നാണ്. കാരണം ഈ മനുഷ്യനെ എനിക്കറിയാമായിരുന്നു. അയാളുടെ ചില പെരുമാറ്റ രീതികളും നാഡീവ്യൂഹങ്ങൾ തകർന്ന നിലയിലായി ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോൾ ഏതവസ്ഥയിലായിരുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്ന് സിൽക്ക്വർത്ത് പറയുന്നു. വളരെ ശരീരമൊക്കെ വളരെ വിറച്ച് വേവലാതിപ്പെട്ട് വളരെ ഒരവസ്ഥയിൽ ഇരുന്ന ഒരാൾ സ്വയാശ്രയശീലനും ദയാശീലനുമായ ഒരാളായി മാറിയിരിക്കുന്നു. സ്വന്തം ജീവിതത്തെ സ്വയം ആശ്രയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവനവൻ്റെ കാലുകൾ, നമ്മൾ പറയും അവനവൻ്റെ കാലിൽ നിൽക്കാൻ കരുത്തുള്ള ദയാശീലനായ ഒരാളായി അയാൾ ഉയർന്നു വന്നിരിക്കുന്നു. മരണത്തിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഏതോ ഒരു ദുരിതം തുടരേണ്ട ആളായതുകൊണ്ട് അയാൾ ദയാശീലനായ ഒരാളായി ഉയർന്നു വന്നിരിക്കുന്നു. അയാളോട് ഡോക്ടർ കുറച്ചു നേരം സംസാരിച്ചു. അപ്പോൾ നേരത്തെ കണ്ടിരുന്ന തരത്തിലുള്ള ഒരാൾ ആണെന്ന് അയാളുടെ സംസാരത്തിൽ ഒന്നും ഡോക്ടർക്ക് മനസ്സിലായില്ല. ഡോക്ടർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ തികച്ചും അപരിചിതനെ പോലെയാണ് ഡോക്ടറോട് സംസാരിച്ചത്. അങ്ങനെ അയാൾ യാത്ര പറഞ്ഞു പോയി. ഈ അപരിചിതനെന്ന് ഇവിടെ ഡോക്ടർ പറയുന്നത് അയാൾ പഴയ ആളെ ആയിരുന്നില്ല. അങ്ങനെ ഒരു ശീലങ്ങളും അല്ലെങ്കിൽ ആ വിറയലുകളോ നാഡീവ്യൂഹങ്ങളുടെ തകർച്ച മൂലമുണ്ടായ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാത്ത ദയാശീലനായ ഒരു മനുഷ്യനായി അയാൾ ഉയർന്നു വരികയും മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകാതെ വളരെ കാലം ജീവിച്ചുവെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു ധാർമ്മിക മനഃശാസ്ത്രത്തെപ്പറ്റി അദ്ദേഹം പറയുന്നതിന് വേണ്ടി അടുത്തൊരു കഥ കൂടി ഡോക്ടർ സിൽക്ക്വർത്ത്, കഥയല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് അദ്ദേഹം വിവരിക്കുന്നത്. അപ്പോൾ ഒരു ന്യൂയോർക്കിലെ തന്നെ ഒരു ഡോക്ടർ സിൽക്ക്വർത്തിൻ്റെ അടുത്തേക്ക് ഒരു രോഗീനെ ഇടയ്ക്കിടയ്ക്ക് അയക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ മദ്യാസക്തി കൊണ്ടുണ്ടായ രോഗമായതുകൊണ്ട് അതിൻ്റെ രോഗനിർണ്ണയമൊക്കെ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന ആൾക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറകിൽ ഒരു കഥയുണ്ട്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് ഈ വൈക്കോൽ പുരയിൽ തീ കൊളുത്തിയിട്ട് അതിനകത്തേക്ക് എടുത്ത് ചാടി അവിടെ പോയി ഒളിച്ചിരുന്നു. ഈ ആളുകളെല്ലാം അദ്ദേഹത്തെ കണ്ടുപിടിച്ച് ഒരു വളരെ വഷളായ സ്ഥിതിയിലാണ്, കാരണം മദ്യപിച്ചതിന് ശേഷമാണ് അദ്ദേഹം അത് ചെയ്തത്, സിൽക്ക്വർത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. നമുക്കറിയാം, വൈക്കോൽ തുറുവിനൊക്കെ തീ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കത്തിപ്പോകാൻ സാധ്യതയുള്ള ഒരാളായി മാറേണ്ട അയാൾ ശാരീരികമായിട്ടുള്ള ഒരു ശുശ്രൂഷയൊക്കെ ഈ സിൽക്ക്വർത്തിൻ്റെ അടുത്തുനിന്ന് കിട്ടി. ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടി. അയാൾ ഒരു കാര്യം സിൽക്ക്വർത്തിനോട് പറയുകയാണ്, ഡോക്ടർ, താങ്കൾ ഈ ഭാവിയിൽ, അതായത് ഇനിയുള്ള നാളുകളിൽ ഇനി മദ്യം കഴിക്കൂല എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് വിട്ടു നിൽക്കാനുതകുന്ന മനഃശക്തി എനിക്ക് നൽകാമെന്ന് ഉറപ്പ് നൽകാമോ? അങ്ങനെ തന്നാൽ മാത്രമല്ലേ ഡോക്ടർ താങ്കളുടെ ചികിത്സ പൂർത്തിയാവുകയുള്ളൂ. അല്ലെങ്കിൽ താങ്കളുടെ ചികിത്സയ്ക്ക് എന്താണ് വില? ഞാൻ ഭാവിയിൽ പോയി കുടിക്കുമ്പോൾ എൻ്റെ മനസ്സിന് ആ ശക്തി തരുവാനായിട്ട് ഞാൻ എന്തു ചെയ്യണമെന്നാണ് വേറൊരു തരത്തിൽ സിൽക്ക്വർത്തിനോട് ഈ രോഗി ചോദിക്കുന്നത്. അപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള വിഷാദത്തിനടിമയായ അയാളോട് ഡോക്ടർ സിൽക്ക്വർത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു മാർഗമാണ് ധാർമ്മിക മനഃശാസ്ത്രം, മോറൽ സൈക്കോളജി. എന്താണ് മോറൽ സൈക്കോളജി? മോറൽ സൈക്കോളജി അല്ലെങ്കിൽ ധാർമ്മിക മനഃശാസ്ത്രം എന്ന് പറയുന്നതിന് 4 ആസ്പെക്റ്റുകളാണുള്ളത്. മോറൽ സെൻസിറ്റിവിറ്റി,
മോറൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള ഒരു അവബോധമുണ്ടാക്കുന്ന. അടുത്തത് എന്താണ്? മോറൽ ജഡ്ജ്മെൻറ്റ്. നന്നായി ധാർമ്മികമായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റ്. ഒരാളെന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അതിനെ അനലൈസ് ചെയ്യുന്നതിൽ, ജഡ്ജ് ചെയ്യുന്നതിൽ നമുക്കുണ്ടാകേണ്ട ഒരു കഴിവ്, ധാർമ്മികമായ കഴിവ്. മോറൽ മോട്ടിവേഷൻ, മറ്റുള്ളവരെ ധാർമ്മികമായി ജീവിക്കുവാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുക. ആൻഡ് മോറൽ ഇംപ്ലിമെൻറ്റേഷൻ, അവനവൻ്റെ ജീവിതത്തിൽ ധാർമ്മിക നിലവാരം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇതെല്ലാമാണ് ധാർമ്മിക മനഃശാസ്ത്രം എന്ന് പറയുന്നതിൽ നമുക്ക് കൂട്ടിവയ്ക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് പറഞ്ഞു മാത്രം, നമ്മൾ 1-ാം പടിയുടെ ഒരു ഭാഗമായിട്ട് വരുന്നത് കൊണ്ട് ഞാനത് പറഞ്ഞു മാത്രം.